ഒരു അനുഭവ പാഠത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൗൺസിലിങ്ങിനായി പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരികയുണ്ടായി. ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ത്യക്ക് വെളിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന മോളാദ്യം പോയി, കല്യാണാലോചന വന്നു, കല്യാണം നടന്നു, മോളുടെ ഭർത്താവും ഇന്ത്യക്ക് വെളിയിലെത്തുകയുണ്ടായി. എന്നാൽ അവിടെ എത്തിയതിന് ശേഷം മകളുടെ ഭർത്താവിന് ജോലി കിട്ടാൻ അല്പം താമസിക്കുകയും മകള് നല്ല ജോലി സ്ഥിരതയിൽ കഴിയുകയും ചെയ്ത സമയത്ത് സമ്പത്ത് എന്ത് ചെയ്യണം എന്നതിനെ ചൊല്ലി അവർ തമ്മിൽ തർക്കമുണ്ടാകാനിടയായി. എന്നാൽ സംസാരിച്ചു വന്നപ്പോൾ മനസ്സിലായ യാഥാർത്ഥ്യം, സമ്പത്തിൻ്റെ മേൽ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും പയ്യൻ്റെ വീട്ടുകാർക്കും ഒരുപോലെ കണ്ണുണ്ടായിരുന്നു എന്നതാണ്. രണ്ടു കൂട്ടരും വാശിക്കുന്നത് പോലെ കുറച്ചുനാൾ കഴിഞ്ഞ് പയ്യന് ജോലി ലഭിക്കുകയും ഇവരുടെ സമ്പാദ്യം ഓരോരോ ആവശ്യങ്ങൾ പറഞ്ഞ് 2 വീടുകളിലേക്കും വാശിക്ക് കൊടുക്കുകയും ചെയ്യുകയുണ്ടായി. പല ആവശ്യങ്ങൾ ഇന്ന് ഉണ്ടല്ലോ. ആർഭാട ജീവിതത്തിന് വേണ്ടി, പല ആവശ്യങ്ങൾക്ക് വേണ്ടി മക്കളുടെ സമ്പാദ്യം ചോദിച്ച് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന പല കുടുംബങ്ങളും ഇന്നുണ്ട്. മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലും സമ്പത്തിൻ്റെ ചോദിച്ച് വാങ്ങിച്ചുള്ള വിനിയോഗം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. കുഞ്ഞുങ്ങൾ ഒന്നിച്ച് താമസിച്ച് ഒരു ജീവിതം ആരംഭിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതം കൂടെ കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യം മാതാപിതാക്കൾ മനസ്സിലാക്കുക തന്നെ വേണം. ചിലർ വിവാഹം ആലോചിക്കുന്ന സമയം തന്നെ പറയും, ഇന്ന ആവശ്യങ്ങൾ ഈ വീട്ടിലുണ്ട്, അതും കൂടെ നടത്തണം കേട്ടോ. നല്ലത് തന്നെ. സഹോദരങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി ആവശ്യമായ പണം അത്യാവശ്യമെങ്കിൽ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് ക്ലാസ്സുകൾ എടുക്കുമ്പോൾ പറയും, നിങ്ങളുടെ ബഡ്ജറ്റ് വീട്ടുകാരല്ല പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യണം. 2 പേരും കൂടെ കൂടിയാലോചിച്ച് യോജിച്ചൊരു തീരുമാനത്തിലെത്തുകയാണെങ്കിൽ ആർക്കാവശ്യം അവരെ സഹായിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ കറവ പശുക്കളെ പോലെ മക്കളെ ഉപയോഗിക്കുന്ന മാതാപിതാക്കൾക്കും സഹോദരർക്കും വഴങ്ങിക്കൊടുക്കുന്നത് ഒരിക്കലും ഇവരുടെ ജീവിതത്തിന് നല്ല കാര്യമല്ല. ഞാൻ സ്വാർത്ഥതയല്ല പറയുന്നത്. ആവശ്യങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്. പക്ഷേ വിവാഹ ജീവിതം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിതം ആരംഭിക്കുന്ന ദമ്പതികൾക്കും ആവശ്യങ്ങളുണ്ടെന്നും അവരുടെ ജീവിതവും കെട്ടിപ്പടുക്കേണ്ടത് ആവശ്യമാണെന്നും 2 സൈഡിലുള്ള മാതാപിതാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഏകദേശം സെറ്റിലായ കുടുംബങ്ങൾ ഉള്ള സമ്പത്ത് വെച്ച് ഒതുങ്ങിക്കഴിയുന്നത് തന്നെയാണ് നല്ലത്. മക്കളിൽ അമിതമായി ആശ്രയിക്കുകയും അവരുടെ സമ്പത്തിൽ ദൃഷ്ടി പതിപ്പിച്ച് 2 കൂട്ടരും വാശിയോടെ വാങ്ങാൻ തുടങ്ങുകയും ചെയ്ത സമയത്താണ് ഇവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ആരംഭിച്ചത്. ഇപ്പോഴും 2 കുടുംബങ്ങളും തുല്യ വാശിയോടെ ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പല അനുഭവങ്ങളും പല കേസുകളും ഇങ്ങനെ തന്നെ വരുന്നതാണ്. 2 കുടുംബക്കാരുടെ പിൻസീറ്റ് ഡ്രൈവിംഗ് എന്നാണ് നമ്മളിതിന് പറയുന്നത്. പയ്യൻ്റെ വീട്ടുകാർ പയ്യനോട് ഇങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കും, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇത് വേണം, അത് വേണം.
അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാരും ഇതിലിടപെടാൻ തുടങ്ങും. ഇങ്ങനെ ചെയ്യ്, അങ്ങനെ ചെയ്യും. ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നത് 2 അക്കൗണ്ടായിട്ട് പിരിയാനിടയായി. ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം 2 പേരുടെയും കുടുംബക്കാരാണ് ഇതിൻ്റെ പിന്നിൽ എന്നാണ്. എനിക്കറിയാവുന്ന പല കേസുകളിലും ഇത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിച്ചിട്ടുണ്ട്. സ്വാർത്ഥതയും അസൂയയും അതിരു കടക്കുമ്പോൾ മക്കളുടെ ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഇല്ലാതായാലും വേണ്ടില്ല, സമ്പത്ത് ലഭിക്കണം എന്ന സ്വാർത്ഥ ലാക്കോടെ പെരുമാറുന്ന അപൂർവം മാതാപിതാക്കളും ഉണ്ട് എന്നത് ഏറെ ഖേദകരമായ അവസ്ഥയാണ്. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, പിൻസീറ്റ് ഡ്രൈവിംഗ് അത് ആൺകുട്ടിയുടെ വീട്ടുകാരായാലും പെൺകുട്ടിയുടെ വീട്ടുകാരായാലും ചെയ്യുന്നത് തിരിച്ചറിയാനുള്ള യുക്തി 2 കൂട്ടർക്കും വേണം. വിവരങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ആൺകുട്ടിയും പെൺകുട്ടിയും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവർ തമ്മിൽ മാത്രം അറിയാവുന്ന ഒരു ഇമ്മീഡിയറ്റ് സർക്കിളിലെ വിവരങ്ങൾ ആൺകുട്ടി സ്വന്തം വീട്ടിലോ പെൺകുട്ടി സ്വന്തം വീട്ടുകാരോടോ പറയാൻ പാടില്ല. ചില കാര്യങ്ങൾ ഇവർ ഒത്തുചേർന്ന് ഇവരുടെ ഇടയിൽ മാത്രം വയ്ക്കേണ്ട രഹസ്യങ്ങളുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ ചെറിയ കുട്ടികൾ വഴക്കുപിടിക്കുമ്പോൾ ചെയ്യുന്നത് പോലെ അത്ര നാൾ രഹസ്യമാക്കി വെച്ച പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത് വിശ്വസ്തതയ്ക്ക് കളങ്കം വരുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സംസാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, 80% തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ്. മറ്റേ ഭാഗം ന്യായീകരിക്കുകയല്ല കേട്ടോ ചെയ്യുന്നത്. എനിക്കിപ്പോൾ ആരെയും ന്യായീകരിച്ചിട്ട് ഒരാവശ്യവുമില്ല. കുഞ്ഞുങ്ങൾ സമാധാനമായിട്ട് പോവുക എന്നുള്ളതാണ് സർവ്വപ്രധാനം. അവരുടെ കാര്യത്തിൽ അമിതമായ ഇടപെടലുകൾ നടത്താതിരിക്കുന്നത് തന്നെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് നല്ലത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, അവരുടെ ഉറക്കറയിൽ നടക്കുന്ന സംഭവങ്ങൾ കൂടെ ഈ പെൺകുട്ടി അമ്മയോട് പറയുന്നു. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുക. ലൈംഗിക ജീവിതം ഓരോ ദമ്പതികൾക്കും വളരെ പ്രാധാന്യം നിറഞ്ഞതും അത് അവരുടെ ഇടയിൽ മാത്രം നിൽക്കേണ്ട സംഗതിയുമാണ്. അതുപോലും പറയുകയും അവിടെ വെളിയിൽ നിന്നുള്ള ഇടപെടൽ ഇങ്ങനെയാണ് പോകേണ്ടതെന്നും പറയുന്നത് വളരെ ശോചനീയമായ ഒരവസ്ഥയായിട്ട് തന്നെ കരുതണം. ഭർത്താവിനും ഭാര്യയ്ക്കും ഇടയിലുള്ള ഒരു സർക്കിളുണ്ട്. ആ ഒരു സർക്കിളിലേക്ക് മാതാപിതാക്കളുടെ കടന്നുകയറ്റം, സഹോദരരുടെ കടന്നുകയറ്റം, ബന്ധുക്കളുടെ കടന്നുകയറ്റം ഇവ ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. വേറൊരു അനുഭവത്തിൽ വന്നപ്പോൾ, ഒരേ ഒരു മകളാണ്, മാതാപിതാക്കൾ അമിതമായിട്ട് ലാളിച്ച് വളർത്തിക്കൊണ്ട് വന്ന മകളാണ്. വേറൊരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുട്ടിക്കൊരു ജലദോഷം വന്നു. അപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ, ഭർത്താവ് ഇവിടെയില്ല, വിദേശത്താണ്, ഭർത്താവിൻ്റെ വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ വീട്ടുകാർ ചെന്ന് വണ്ടിക്ക് ചെന്ന് ഈ പെൺകുട്ടിയെ കൂട്ടി ഇവർ കാണിക്കുന്ന ഡോക്ടറെ കൊണ്ട് കാണിക്കുക. ഭർത്താവിൻ്റെ വീട്ടിൽ 2 ആൺകുട്ടികളുള്ളതാണ്. 2 ആൺകുട്ടികളെ വളർത്തി വലുതാക്കി ഈ പരുവത്തിലാക്കിയ ഒരു അമ്മയ്ക്ക് ഒരു പെൺകുട്ടിയുടെ ജലദോഷം എപ്പോഴാണ് ഇടപെടേണ്ടതെന്നും ഒരു ഡോക്ടറെ കാണിക്കാൻ കഴിവില്ല എന്ന് വരുമോ? തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യരുത്. ജലദോഷം, തൊണ്ടവേദനയൊക്കെ വന്നാൽ അതിന് നാട്ടുമരുന്ന് സ്വീകരിക്കുന്ന ചില രീതിയുണ്ട് ചില കുടുംബത്ത്. ചിലർ തുടങ്ങുന്ന അന്നേരം ഡോക്ടറെ കൊണ്ടുപോകും. പെൺകുട്ടി ആ കുടുംബവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് പോകാനുള്ളൊരു കുട്ടിയാണ്. അതിനും കൂടെ ഇവിടുന്ന് പോയി ആ പെൺകുട്ടിയെ ഡോക്ടറിൻ്റെ അടുക്ക കൊണ്ടുപോകുന്നത് ആൺകുട്ടിയുടെ വീട്ടുകാർക്കൊരു ഇൻസൾട്ട് അല്ലേ എന്ന് ചിന്തിച്ച് നോക്കുക. പെൺകുട്ടികളും ഇത് ചിന്തിക്കണം. വീട്ടിൽ നിന്ന് വന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് പറയാൻ സാധിക്കണം, ഞാനിവിടെ ജീവിക്കുകയല്ലേ, ഞാനൊന്ന് നോക്കട്ടെ, പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാതാപിതാക്കളുണ്ടല്ലോ, അവരുടെ കൂടെ പോയാൽ എന്താണ് കുഴപ്പം?
പ്രശ്നങ്ങൾ അങ്ങേയറ്റത്തെത്തി. തനിയെ ബസ്സിന് വിട്ടു. കൊറോണ കാലഘട്ടത്തൊന്നും അല്ല കേട്ടോ. ബസ്സിന് പോയാൽ എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. ഭർത്താവിൻ്റെ വീട്ടിലെ രീതി അതാണെങ്കിൽ ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കും. അതിലൊന്നും ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഇവിടുന്ന് അവിടെ ഇടപെട്ട് ഒക്കെ പോകുമ്പോഴാണ് കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ അതുപോലെ വലിയ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനും തിരിക്കാനും എല്ലാം ഇടയായി. വിദേശത്തുള്ള ഭർത്താവിനോട് മാത്രം അഭിപ്രായം ചോദിച്ചിട്ട് പെൺകുട്ടിയുടെ അപ്പനും അമ്മയും പോയി പെൺകുട്ടിയെ കൂട്ടി വീട്ടിലോട്ട് വരിക, ഇതൊക്കെ പയ്യൻ വിദേശത്ത് ജോലിക്കുണ്ട്, പുള്ളി അത്രയൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അവസാനം ഈ പെൺകുട്ടിയോട് സംസാരിച്ചപ്പം പെൺകുട്ടി തനിയെ റൂമിൽ ഞങ്ങൾ സംസാരിച്ചപ്പം പറയുകയാണ്, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് മാഡം. ഇപ്പം പക്ഷേ വീട്ടുകാരിടപെട്ട് എനിക്കിപ്പം ചേട്ടൻ്റെ സൈഡ് പറയാൻ വയ്യാത്ത ഒരവസ്ഥയിലോട്ട് എത്തിയിരിക്കുകയാണ്. മാഡം എങ്ങനെയും ഒന്ന് ഇടപെട്ട് ഞങ്ങൾ തമ്മിൽ ഗൾഫിൽ പോയി 3 മാസം ജീവിച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല. നോക്കുക, മാതാപിതാക്കൾ വാശി ആകുമ്പോൾ ഭർത്താവും ഭാര്യയും ഒന്നിച്ച് 2 ദിവസം താമസിച്ച് കഴിയുമ്പോൾ അവരുടെ പ്രശ്നം അങ്ങ് തീരും. പക്ഷേ അപ്പോഴായിരിക്കും കുടുംബക്കാർ പ്രശ്നം എടുത്ത് തട്ടി തുടങ്ങുന്നത്. അവരവരുടേതായിട്ടുള്ള ലെവലിൽ മുന്നോട്ട് പോയിക്കൊണ്ടുമിരിക്കും. പ്രീ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്വന്തം വീട്ടിലോട്ടും സ്വന്തം ആൾക്കാരോടും 2 കൂട്ടരും പറഞ്ഞ് പ്രശ്നം വലുതാക്കുമ്പം ചിന്തിച്ചോളുക, നിങ്ങളുടെ നടുവിലുള്ള ബോള് നിങ്ങൾ തട്ടി വേറെ കോർട്ടിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ ആ ബോൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ അവർ തട്ടി തന്നാലേ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രശ്നം ഒരു രാത്രി കൊണ്ട് ചിലപ്പോൾ അവസാനിച്ചിരിക്കും, പക്ഷേ കുടുംബക്കാരുടെ പ്രശ്നം അവസാനിക്കുകയില്ല. അത് സമുദായത്തിൽ പോയെന്നിരിക്കും, വെളിയിലുള്ള ആൾക്കാർ ഇടപെട്ടെന്നിരിക്കും, ബന്ധുക്കൾ അറിഞ്ഞെന്നിരിക്കും. നിങ്ങൾ പ്രശ്നം സോൾവ് ചെയ്താലും അവിടുത്തെ പ്രശ്നം സോൾവ് ആകത്തില്ല. എനിക്ക് സംസാരിക്കാനുള്ളത് ഭാര്യ ഭർത്താക്കന്മാരോടാണ്. രഹസ്യമായി സൂക്ഷിക്കേണ്ട വസ്തുതകൾ. ഒരു ചെറിയ വഴക്ക് വരുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയുന്നത് ഒട്ടും അനുകരണീയമായ കാര്യമല്ല. ഭാര്യ ഭർത്താക്കന്മാർ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ സ്വയം അത് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം. സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും വേറൊരു വ്യക്തി അറിയാൻ ഇടയാകരുത്. അതിലെന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ വിദഗ്ധ അഭിപ്രായമാണ് തേടേണ്ടത്. മാതാപിതാക്കളുടെ അമിത ലാളന കൊണ്ടായിരിക്കാം അവർ കയറി ഇടപെടും. പക്വമായിട്ട് ഇടപെടാൻ സാധിക്കാത്ത കൈകളിലും ആളുകളിലും പ്രശ്നങ്ങൾ ചെന്നെത്തിയാൽ അത് വഷളാവുകയുള്ളൂ. നിങ്ങൾ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ പ്രൊഫഷണൽ കൗൺസിലിംഗ് എന്നൊക്കെ പറയും. ലൈംഗികമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായിട്ട് അഭിപ്രായം തരാൻ സാധിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എക്സ്പേർട്സുകൾ നിഷ്പക്ഷമായി പക്ഷഭേദമില്ലാതെ ചിന്തിക്കുന്ന ആൾക്കാരുടെ അടുക്കൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളുമായിട്ട് പോകാവുള്ളൂ. കാരണം ഭാവിയിൽ വളരെയധികം നാളുകൾ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കേണ്ടവർ തന്നെയാണ്. നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലും വളരെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളല്ലാതെ വേറൊരാൾ ഇടപെടാൻ ഇടയാക്കരുത്. മാതാപിതാക്കളും അതിനുള്ള യുക്തിബോധവും പക്വതയും കാണിക്കേണ്ടതാണ്. ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. ഇത് അവർ തന്നെ പരിഹരിക്കുന്ന കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. സമ്പത്തിൻ്റെ കാര്യങ്ങളാണേലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും സ്വയം കൈകാര്യം ചെയ്യാനും ഇനി കൂടുതലായിട്ട് വരുന്ന കാര്യങ്ങൾ ദൈവത്തിൽ അർപ്പിച്ച് അവിടുന്ന് എന്താണ് ഒരു പരിഹാരം തരുന്നതെന്ന് കാണാനും ഉള്ള സാവകാശം എടുക്കണം. 2 പേരും കൂടെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരും കയറി ഇടപെടാതിരിക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ ഇടപെടലിനായി കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ സ്നേഹം ഭാര്യയ്ക്കും ഭാര്യയുടെ സ്നേഹം ഭർത്താവിനും അവകാശപ്പെട്ടതാണ്. അതിൽ മറ്റൊരാൾ കൈകടത്താനോ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ പാടില്ല. വിവാഹ ജീവിതം എന്ന് പറയുന്നത് ദൈവം കൃപ അടക്കം ചെയ്തു കൊടുത്തിരിക്കുന്നതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും മറ്റും ഉണ്ടാകുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. സങ്കീർത്തനം 118:8-9 വചനങ്ങൾ ഇങ്ങനെ പറയുന്നു:
മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. രാജാക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. രണ്ടുപേരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ഇടപെടലാണ് മനുഷ്യരുടെ ഇടപെടലിനേക്കാൾ ഏറ്റവും നല്ലത്. മനുഷ്യരുടെ ഇടപെടലുകൾ ഒരുപക്ഷെ ബന്ധങ്ങൾ വഷളാക്കാൻ കാരണമായേക്കും. രണ്ട് കൂട്ടരും വാശിക്ക് സ്വന്തം വീട്ടുകാരോടും ബന്ധുക്കളോടും നടന്ന ഓരോ സംഭവങ്ങളും സെൻറ്റൻസ് ബൈ സെൻറ്റൻസായി പറയുന്നത് തീർച്ചയായും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിന് ദോഷകരമായി ബാധിക്കും എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം നിങ്ങളെ യോജിപ്പിച്ചെങ്കിൽ പരിഹാരവും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവയെല്ലാം ഒന്ന് അടുത്തിരുന്ന് സംസാരിച്ച് സ്നേഹിച്ച് പറഞ്ഞാലും പെരുമാറിയാലും തീരാനുള്ളതേ ഉള്ളൂ. വെളിയിലുള്ള ഇടപെടലുകൾ സുഹൃത്തുക്കളായാൽ പോലും നല്ല സുഹൃത്തുക്കളല്ലെങ്കിൽ അതിലൊരു അസൂയ കലർന്നിട്ടുണ്ടാവും എന്ന് ചിന്തിച്ചു കൊള്ളുക. യുക്തിപൂർവം പെരുമാറേണ്ടതും കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതും ദമ്പതികളാണ്. കൂടുതൽ ഈ ഒരു ചിന്തകളിലേക്ക് കടക്കാൻ ഒരുപാട് ദമ്പതികൾക്ക് ഈ ഒരു സെഷൻ അനുഗ്രഹപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രാർത്ഥിക്കുക, കാത്തിരിക്കുക, കുറച്ചൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക. എല്ലാ പ്രശ്നങ്ങളും കൂടത്തായും ഒന്നുമായിട്ട് അവസാനിക്കുകയില്ല എന്നും കൂടെ മനസ്സിലാക്കിക്കൊള്ളുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.